ഇത് നിങ്ങളെ ട്രിഗർ ചെയ്യുമെന്നറിയാം, പക്ഷേ ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. 4ഉം 5ഉം കൊല്ലം പഠിച്ച് അതിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞ് അതിലൊരു പ്രൊഫിഷ്യൻസി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെറും 6 മന്തിൻ്റെ ഒരു കോഴ്സും പഠിച്ചിട്ട് സോ കോൾഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സിമ്പിളി നമുക്കൊരു പനി വന്നാൽ നിങ്ങൾ MBBS കഴിഞ്ഞ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടാണോ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെറും 6 മാസത്തെ ഒരു ബേസിക് ഫൗണ്ടേഷൻ സാധനം അറിയുന്ന ആളുടെ അടുത്ത് പോയിട്ടാണോ ട്രീറ്റ് ചെയ്യുക? ഡെഫിനറ്റ്ലി നമ്മളൊരു ഡോക്ടറെ അടുത്താണ് ട്രീറ്റ് ചെയ്യുക. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തും. നമ്മളൊരു ഡോക്ടറെ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു സൈക്കോളജിസ്റ്റിനെ ചൂസ് ചെയ്യുന്നതും. അവർക്ക് ഈ പറഞ്ഞ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരതിൽ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ഭയങ്കര റോങ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസൈറ്റി ഒക്കെ ഭയങ്കര കോമൺ ആണ്. സോ ഈ സോ കോൾഡ് സൈക്കോളജിസ്റ്റിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണോ? കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് നാളെ അയാളെ വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ഇനി നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അഡ്വൈസ് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ആ ആൾ ഇതിന് ക്വാളിഫൈഡ് ആണോ?